ഡിയർ ചിൽഡ്രൻ, അക്കൗണ്ടൻസി ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കുറച്ച് തിയറി ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്യാം. ഒന്ന്, ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ആൻഡ് ബാലൻസ് ഷീറ്റ്. ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സും ബാലൻസ് ഷീറ്റും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണെന്ന് ആദ്യം നോക്കാം. ഇപ്പൊ രണ്ടിനെ കുറിച്ചും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാം എന്തൊക്കെയാണ് ഇതിന്റെ ഡിഫറൻസ് എന്നുള്ളത്. ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സും ബാലൻസ് ഷീറ്റും സ്ഥാപനത്തിന്റെ നിശ്ചിത തീയതിയിലെ ആസ്തികളും ബാധ്യതകളും കാണിക്കുന്നു. എന്നിരുന്നാലും ഇവ രണ്ടും തമ്മിൽ അടിസ്ഥാനപരമായി വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സിൽ നിന്ന് തയ്യാറാക്കുന്നതിനാൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സിൽ അസറ്റ്സിനും ലയബിലിറ്റികൾക്കും മതിപ്പ് വിലയാണ് കാണിക്കുന്നത്. എന്നാൽ ഡബിൾ എൻട്രി സിസ്റ്റം അനുസരിച്ച് ലെഡ്ജർ അക്കൗണ്ടുകളുടെ സഹായത്തോടെ തയ്യാറാക്കുന്നതിനാൽ ബാലൻസ് ഷീറ്റിൽ ഇവയുടെ, അതായത് ഈ അസറ്റ്സിന്റെയും ലയബിലിറ്റിന്റെയും മൂല്യം എന്ന് പറയുന്നത് കൃത്യവും കൂടുതൽ വിശ്വസനീയവുമാണ്. സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് തയ്യാറാക്കുന്നതിന്റെ പ്രധാന ലക്ഷ്യം ഒരു നിശ്ചിത തീയതിയിലെ മൂലധനം എത്രയാണെന്ന് കണ്ടെത്തലാണ്. എന്നാൽ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്നത് ബിസിനസിന്റെ നിശ്ചിത തീയതിയിലെ സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കാനാണ്. സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് തയ്യാറാക്കുമ്പോൾ ഏതെങ്കിലും അസറ്റ്സോ ലയബിലിറ്റിയോ വിട്ടുപോവുകയോ എന്തെങ്കിലും പിഴവുകൾ ഉണ്ടാവുകയോ ചെയ്താൽ അവ കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. കാരണം ഇത്തരം പിഴവുകളും വിട്ടുപോകലുകളും മൂലധനത്തിൽ ക്രമീകരിക്കപ്പെടുന്നു. എന്നാൽ ബാലൻസ് ഷീറ്റിൽ ഇത്തരത്തിലുള്ള പിഴവുകളും വിട്ടുപോകലുകളും പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കും. കാരണം ഇങ്ങനെ സംഭവിച്ചാൽ ഡബിൾ എൻട്രി സമ്പ്രദായപ്രകാരം തയ്യാറാക്കുന്ന ബാലൻസ് ഷീറ്റിന്റെ രണ്ടു വശങ്ങളും ടാലിയാകില്ല. ചുരുക്കി പറഞ്ഞാൽ ഇവ തമ്മിലുള്ള വ്യത്യാസം നമുക്കൊന്ന് സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ ഇത്രയും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എക്സാമിനേഷന് ചോദിക്കാം. ചെറിയ മാർക്കിന്റെ 2 or 3 മാർക്കിന്റെ ഡിഫറൻസ് എഴുതാൻ ചോദിക്കാം. അപ്പൊ ഇതുപോലെ കോളം വരച്ച് ഡിഫറൻസ് പ്രസന്റ് ചെയ്യുക. നോക്കിയേ, ബേസിസ് ഓഫ് ഡിഫറൻസ്. ഫസ്റ്റ്, റിലയബിലിറ്റി എന്ന് വെച്ചാൽ എന്താ? വിശ്വാസ്യത. ഇറ്റ് ഈസ് ലെസ് റിലയബിൾ ആസ് ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഫ്രം ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ്. ഇതിന്റെ വിശ്വാസ്യത കുറവാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സിന്റെ. കാരണം എന്താ? ഇത് ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സിൽ നിന്നുമാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. അതായത് ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സിൽ നിന്നും തയ്യാറാക്കുന്നതിനാൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സിന്റെ വിശ്വാസ്യത വളരെ കുറവാണ്. അണ്ടർലൈൻ ദ കീവേഡ് ലെസ് റിലയബിൾ. Next, balance sheet. It is more reliable as it is prepared from double entry records. എന്നാൽ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് കൂടുതൽ വിശ്വസനീയമാണ്. കാരണം എന്താ? ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ നിന്നാണ് ഇതിലെ നമ്മൾ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്നത്. ഡബിൾ എൻട്രി റെക്കോർഡ്സിൽ നിന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ വിശ്വസനീയമാണ്. ഇവിടെ മോർ റിലയബിൾ എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യുക. നെക്സ്റ്റ്, ഒബ്ജക്റ്റീവിനെ ബേസ് ചെയ്തിട്ട്, അതായത് ലക്ഷ്യം എന്താണെന്ന്. The objective of preparing statement of affairs is to estimate the balance in capital account on a particular date. ഈ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് തയ്യാറാക്കുന്നതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താ? ഒരു നിശ്ചിത ദിവസത്തെ മൂലധനം എത്രയാണെന്ന് കണ്ടുപിടിക്കുക, അല്ലെ? നമ്മൾ ചെയ്തതല്ലേ ഓപ്പണിങ്ങിലുള്ള സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ്. എന്തിനാ തയ്യാറാക്കുന്നത്? ഓപ്പണിംഗ് ക്യാപിറ്റല് എസ്റ്റിമേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെ? അതുപോലെ ഒരു ക്ലോസിംഗ് ഡേറ്റിലെ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് തയ്യാറാക്കുന്നുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാ? ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പം ഈ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് തയ്യാറാക്കുന്നതിന്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് ടു എസ്റ്റിമേറ്റ് ദി ബാലൻസ് ഇൻ ക്യാപിറ്റൽ അക്കൗണ്ട് ഓൺ എ പർട്ടിക്കുലർ ഡേറ്റ്. ഒരു പർട്ടിക്കുലർ ഡേറ്റിലെ ഒരു നിശ്ചിത ദിവസത്തെ മൂലധനം എത്രയാണെന്ന് കണ്ടെത്തുന്നതിനാണ് നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് തയ്യാറാക്കുന്നത്. എന്നാൽ ബാലൻസ് ഷീറ്റോ, ദ ഒബ്ജക്റ്റീവ് ഓഫ് പ്രിപ്പയറിംഗ് ബാലൻസ് ഷീറ്റ് ഈസ് ടു ഷോ ദി ട്രൂ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ആൻ എൻറ്റിറ്റി ഓൺ എ പർട്ടിക്കുലർ ഡേറ്റ്. ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്നത് എന്തിനാ? ഒരു നിശ്ചിത ദിവസത്തെ ഫിനാൻഷ്യൽ പൊസിഷൻ അല്ലെങ്കിൽ സാമ്പത്തിക സ്ഥിതി അറിയുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലെ? അണ്ടർലൈൻ ചെയ്യുക, ടു ഷോ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ആൻ എൻറ്റിറ്റി. നെക്സ്റ്റ്, ഒമിഷന്റെ ബേസിസിൽ, അതായത് വിട്ടുപോവുക അല്ലെങ്കിൽ എന്തെങ്കിലും പിഴവുകളൊക്കെ വരിക, അതിന്റെയൊക്കെ ബേസിസിൽ പറയുകയാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സിൽ ഒമിഷൻ ഓഫ് അസറ്റ്സ് ഓർ ലയബിലിറ്റീസ് കനോട്ട് ബി ഡിസ്കവേർഡ് ഈസിലി. ഇത്തരത്തില് ഏതെങ്കിലും അസറ്റ്സോ ലയബിലിറ്റീസോ എഴുതാൻ വിട്ടുപോയെന്നാൽ അത് നമുക്ക് പെട്ടെന്ന് കണ്ടെത്താനായിട്ട് സാധിക്കില്ല. കനോട്ട് ബി ഡിസ്കവേർഡ് ഈസിലി. എന്നാൽ ബാലൻസ് ഷീറ്റിലാണെങ്കിൽ ഒമിഷൻ ഓഫ് അസറ്റ്സ് ഓർ ലയബിലിറ്റീസ് ക്യാൻ ബി ഡിസ്കവേർഡ് ഈസിലി
ആൻഡ് ക്യാൻ ബി ട്രേസ്ഡ് ഫ്രം അക്കൗണ്ടിംഗ് റെക്കോർഡ്സ്. ബാലൻസ് ഷീറ്റിലെ ഏതെങ്കിലും അസറ്റ്സോ ലയബിലിറ്റിയോ എഴുതാൻ വിട്ടുപോയെന്നാൽ അത് പെട്ടെന്ന് കണ്ടെത്താൻ കഴിയും. കാരണം എന്താ, അങ്ങനെ വിട്ടുപോയെന്നാൽ ബാലൻസ് ഷീറ്റ് ടാലി ആകില്ല. അപ്പം തന്നെ നമുക്കത് മനസ്സിലാവും. അപ്പം ഈ ഒരു ഡിഫറൻസ് എല്ലാവരും നോട്ട്ബുക്കിലേക്ക് ഒന്ന് കുറിച്ച് വെക്കണം. ഒരു 2-3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചെന്നാൽ എഴുതാനുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഡിഫറൻസ് കൂടെ നോക്കാം. ഇത് നിങ്ങളുടെ KGC 9 ടെക്സ്റ്റ് ആണ്. ഡിഫറൻസ് ബിറ്റ്വീൻ അക്കൗണ്ട്സ് ഫ്രം ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് ആൻഡ് ഡബിൾ എൻട്രി സിസ്റ്റം. അക്കൗണ്ട്സ് ഫ്രം ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സും ഡബിൾ എൻട്രി സിസ്റ്റവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് ഇതും ചോദിക്കാം ചിലപ്പം. അപ്പോൾ ഒരു 3-4 ഡിഫറൻസ് ഒക്കെ ഇതും പഠിച്ചു വെക്കണം. ഇപ്പോൾ 2 സിസ്റ്റവും നമുക്കറിയാം, ഇൻകംപ്ലീറ്റ് സിസ്റ്റവും അറിയാം, ഡബിൾ എൻട്രി സിസ്റ്റവും അറിയാം. അപ്പോൾ പിന്നെ അതിൻ്റെ ഡിഫറൻസ് എഴുതാൻ എന്താ ബുദ്ധിമുട്ട്? ആ കീവേഡ്സ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് ഒന്ന് മാർക്ക് ചെയ്തിടുക കേട്ടോ. പോയിന്റ്സ് ഓഫ് ഡിഫറൻസ്, മീനിങ്, രണ്ടിൻ്റെയും മീനിങ് എന്താ? അക്കൗണ്ട്സ് ഫ്രം അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതെന്ന് പറയുന്നത് ഒരു ഇൻകംപ്ലീറ്റ്, അൺസയന്റിഫിക് ആൻഡ് അൺസിസ്റ്റമാറ്റിക് മെത്തേഡ് ഓഫ് കീപ്പിംഗ് ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് എ ട്രേഡർ. ഒരു ട്രേഡറുടെ ബുക്സ് ഓഫ് അക്കൗണ്ടുകൾ കീപ്പ് ചെയ്യുന്ന ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള, അപൂർണവും അശാസ്ത്രീയവും അൺസയന്റിഫിക് ആയിട്ടുള്ളതും അൺസിസ്റ്റമാറ്റിക് ആയിട്ടുള്ളതുമായ ഒരു മെത്തേഡ് ഓഫ് ബുക്ക് കീപ്പിംഗ് ആണ് ഈ ഇൻകംപ്ലീറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. എന്നാൽ ഡബിൾ എൻട്രി സിസ്റ്റമോ ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ് ആൻഡ് സമ്മറൈസിങ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് in a systematic manner and analyzing and interpreting the results therefrom. എന്നാൽ ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് നമ്മൾ എങ്ങനെയാണ് അതെല്ലാം കൃത്യമായി റെക്കോർഡ് ചെയ്ത് ക്ലാസിഫൈ ചെയ്ത് സമ്മറൈസ് ചെയ്യുന്നു അല്ലേ? അതിനെല്ലാം ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു രീതിയുണ്ട്. അതിനുശേഷം അതിനെ അനാലിസിസ് നടത്തുകയും അതിൽ നിന്ന് ഇൻ്റർപ്രിട്ടേഷൻസ് മനസ്സിലാക്കി എടുക്കുകയും ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം അതാണ് ഡബിൾ എൻട്രി സിസ്റ്റം. നമ്മൾ നേരത്തെ പഠിച്ചതിൻ്റെ മീനിങ്. ഇനി റെക്കോർഡിങ്ങിനെ ബേസ് ചെയ്ത് ഇൻകംപ്ലീറ്റ് സിസ്റ്റത്തിൽ ഒരു ട്രാൻസാക്ഷൻ്റെ ഡ്യുവൽ ആസ്പെക്ട്സ് റെക്കോർഡ് ചെയ്യുന്നില്ല. ഡ്യുവൽ ആസ്പെക്ട്സ് ഓഫ് ട്രാൻസാക്ഷൻസ് ആർ നോട്ട് റെക്കോർഡഡ്. നമുക്കറിയാം ഡെബിറ്റ് ക്രെഡിറ്റ് ആസ്പെക്റ്റുകളുണ്ട്, അതൊന്നും നമ്മൾ ഇൻകംപ്ലീറ്റ് സിസ്റ്റത്തിൽ റെക്കോർഡ് ചെയ്യുന്നില്ല. എന്നാൽ ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ ഡ്യുവൽ ആസ്പെക്ട്സ് ഓഫ് എവരി ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് സിസ്റ്റമാറ്റിക്കലി. എല്ലാ ട്രാൻസാക്ഷൻ്റെയും ഡ്യുവൽ ആസ്പെക്ട്സ് നമ്മൾ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യും. അതായത് ഒരു റിസീവിങ് ആസ്പെക്ട്, ഒരു ഗിവിങ് ആസ്പെക്ട് നമ്മൾ പഠിച്ചു പോകുന്നതല്ലേ? അപ്പോൾ അതെല്ലാം കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ റെക്കോർഡ് ചെയ്യും. ഇപ്പോൾ ഇവിടെ ഡ്യുവൽ ആസ്പെക്ട് നോട്ട് റെക്കോർഡ് എന്നുള്ളതും ഡ്യുവൽ ആസ്പെക്ട്സ് റെക്കോർഡ് എന്നുള്ളതും കീവേഡ്സ് ആയിട്ട് ഹൈലൈറ്റ് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് ട്രയൽ ബാലൻസ്. ഇൻകംപ്ലീറ്റ് സിസ്റ്റത്തിൽ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുമോ? നോ, ട്രയൽ ബാലൻസ് ഇസ് നോട്ട് പ്രിപ്പയർഡ്. എന്നാൽ ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ആക്യുറസി ചെക്കിങ്. ഇൻകംപ്ലീറ്റ് സിസ്റ്റത്തിൽ നമുക്ക് അരിത്തമെറ്റിക്കൽ ആക്യുറസി ചെക്ക് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. കാരണം എന്താ? ഇവിടെ ട്രയൽ ബാലൻസ് തന്നെ പ്രിപ്പയർ ചെയ്യുന്നില്ല. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ അക്കൗണ്ട്സുകളുടെ അരിത്തമെറ്റിക്കൽ ആക്യുറസി നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ അരിത്തമെറ്റിക്കൽ ആക്യുറസി എന്ത് ചെയ്യാം? ചെക്ക് ചെയ്യാൻ പറ്റും. കാരണം അവിടെ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അത് ടാലി ആയെന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ ഇതുവരെ പ്രിപ്പയർ ചെയ്ത അക്കൗണ്ടുകളുടെ ബാലൻസസ് ഒക്കെ ആണെന്ന് അല്ലേ? നെക്സ്റ്റ് പ്രോഫിറ്റ്. ഇൻകംപ്ലീറ്റ് സിസ്റ്റത്തിൽ നിന്നും കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഒൺലി ആൻ എസ്റ്റിമേറ്റ്. അതൊരു എസ്റ്റിമേറ്റ് മാത്രമാണ്, ഒരു അനുമാനമാണ്. കറക്റ്റ് ആയിട്ടുള്ള ആക്ച്വൽ നെറ്റ് പ്രോഫിറ്റ് അല്ല അവിടെ കിട്ടുന്നത്. ഒൺലി ആൻ എസ്റ്റിമേറ്റ് ഓഫ് പ്രോഫിറ്റ് ക്യാൻ ബി മെയ്ഡ്. എന്നാൽ ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ ആക്ച്വൽ നെറ്റ് പ്രോഫിറ്റ് ക്യാൻ ബി കാൽക്കുലേറ്റഡ്. ആക്ച്വൽ ആയിട്ടുള്ള നെറ്റ് പ്രോഫിറ്റ് അവിടെ കാൽക്കുലേറ്റ് ചെയ്യാം. നെക്സ്റ്റ് ഫിനാൻഷ്യൽ പൊസിഷൻ. ഫിനാൻഷ്യൽ പൊസിഷൻ cannot be ascertained on preparing the balance sheet. ഇൻകംപ്ലീറ്റ് സിസ്റ്റത്തിൽ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കിക്കൊണ്ട് ഫിനാൻഷ്യൽ പൊസിഷൻ അസർട്ടൈൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. എന്നാൽ ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ ഫിനാൻഷ്യൽ പൊസിഷൻ ക്യാൻ ബി അസർട്ടൈൻഡ് ഓൺ പ്രിപ്പയറിംഗ് ദി ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ് തയ്യാറാക്കിക്കൊണ്ട് ഫിനാൻഷ്യൽ പൊസിഷൻ കണ്ടെത്താനായിട്ട് സാധിക്കും. ഇനി സ്യൂട്ടബിലിറ്റി, അനുയോജ്യത. ഇൻകംപ്ലീറ്റ് സിസ്റ്റം സ്യൂട്ടബിൾ ആകുന്നത് ഏത് തരം ട്രേഡേഴ്സിനാണ്? ചെറിയ ചെറിയ ട്രേഡേഴ്സിന് അല്ലേ? അതായത് സോൾ ട്രേഡർ അല്ലെങ്കിൽ ചെറിയ ട്രഡീഷണൽ ട്രേഡേഴ്സ്, ഇവർക്കൊക്കെയാണ് ഈ ഇൻകംപ്ലീറ്റ് സിസ്റ്റം സ്യൂട്ടബിൾ ആവുകയുള്ളൂ. എന്നാൽ ഡബിൾ എൻട്രി സിസ്റ്റം ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ ഓൾ ടൈപ്സ് ഓഫ് ബിസിനസ് എന്റർപ്രൈസ്. എല്ലാ ടൈപ്സ് ഓഫ് ബിസിനസ് എന്റർപ്രൈസിനും ഈ ഡബിൾ എൻട്രി സിസ്റ്റം സ്യൂട്ടബിൾ ആണ്. നെക്സ്റ്റ് അക്സെപ്റ്റബിലിറ്റി, സ്വീകാര്യത. അക്കൗണ്ട്സ് അണ്ടർ ദിസ് സിസ്റ്റം ആർ നോട്ട് അക്സെപ്റ്റഡ് ടു ടാക്സ് അതോറിറ്റീസ്. ഈ ഇൻകംപ്ലീറ്റ് സിസ്റ്റത്തിലെ അക്കൗണ്ട്സ് എന്ന് പറയുന്നത് ടാക്സ് അതോറിറ്റീസ് അക്സെപ്റ്റ് ചെയ്യില്ല.
അപ്പോൾ അതിൽ നിന്നും കിട്ടുന്ന ഇൻകം നമ്മൾ ഇൻകം ടാക്സ് അതോറിറ്റിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരെ അതൊന്ന് ബോധ്യപ്പെടുത്തുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്, നേരത്തെ പറഞ്ഞു തന്നിരുന്നു. അപ്പോൾ അത് ഇൻകം ടാക്സ് അതോറിറ്റീസ് അക്സെപ്റ്റ് ചെയ്യില്ല. എന്നാൽ ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ അക്കൗണ്ട്സ് അണ്ടർ ദിസ് സിസ്റ്റം ആർ അക്സെപ്റ്റഡ് ബൈ ടാക്സ് അതോറിറ്റീസ്. ടാക്സ് അതോറിറ്റീസ് ഈ സിസ്റ്റത്തിലുള്ള ഡബിൾ എൻട്രി സിസ്റ്റത്തിലുള്ള അക്കൗണ്ട്സ് എല്ലാം അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും. ഇത്രയുമാണ് ഡിഫറൻസ്. ഏതെങ്കിലും ഒരു 4-5 ഡിഫറൻസ് എഴുതാൻ പാകത്തിന് പ്രിപ്പയർഡ് ആയിരിക്കണം. ഇനി നമുക്ക് ഈ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് 2 മെത്തേഡ്സ് ഒക്കെ ഉണ്ട്. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അതായത് ഒന്ന് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ് അല്ലെങ്കിൽ ക്യാപിറ്റൽ കമ്പാരിസൺ മെത്തേഡ്, അതുപോലെ തന്നെ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കി, അതായത് കൺവേർഷൻ മെത്തേഡ്. ഈ 2 മെത്തേഡിൽ നമുക്ക് ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സിൽ നിന്നും പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ആണോ എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. അതിൽ ഈ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡിൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കണ്ടെത്തുന്ന സ്റ്റെപ്സ് അതും കൂടി ഒന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. നമ്മൾ ചെയ്തതാണ്, നമുക്കറിയാം. അപ്പം നമുക്ക് എളുപ്പത്തിൽ സ്റ്റെപ്സും കൂടി ഒന്ന് നോക്കിയിട്ട് പോകാം. അപ്പം നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ ഓഫ് ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് അല്ലേ. നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ കണ്ടെത്തണമെന്ന് അറിയുന്നതിന് നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് തയ്യാറാക്കണം. അപ്പം അതിൽ നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റൽ അറിയാതിരിക്കണം. ക്വസ്റ്റിനകത്ത് ഓപ്പണിംഗ് ക്യാപിറ്റൽ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഏത് തയ്യാറാക്കി ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടെത്തണം. ഒരു ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യണം. അതിൽ നിന്നും നമ്മൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ ആദ്യം കണ്ടെത്തണം അല്ലേ. ഇപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് അസറ്റ്സ് മൈനസ് ഓപ്പണിംഗ് ലയബിലിറ്റീസ് ആണല്ലോ. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് അറ്റ് ദി ബിഗിനിങ് ഓഫ് എ ഇയർ പ്രിപ്പയർ ചെയ്ത് അതിൽ നിന്നും ഓപ്പണിംഗ് ക്യാപിറ്റൽ പ്രിപ്പയർ ചെയ്യുന്നു. രണ്ടാമതായിട്ട് ക്ലോസിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് തയ്യാറാക്കുന്നത്. അതായത് അതെന്തിനാണ്? ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടെത്തണം അല്ലേ. അപ്പോൾ ഈ ക്ലോസിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ക്ലോസിംഗ് ഡേറ്റിലുള്ള അസറ്റ്സും ലയബിലിറ്റീസും തന്നിട്ടുണ്ടാവും. അപ്പോൾ അത് ആ സ്റ്റേറ്റ്മെന്റിലേക്ക് എഴുതിയ ശേഷം അതിന്റെ ബാലൻസിങ് ഫിഗർ, അതാണ് ക്ലോസിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ അതും ചെയ്യാൻ അറിയാം. നെക്സ്റ്റ് തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കാൽക്കുലേറ്റിംഗ് ദ അഡ്ജസ്റ്റഡ് ക്ലോസിംഗ് ക്യാപിറ്റൽ. ഇനി അഡ്ജസ്റ്റഡ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അഡ്ജസ്റ്റഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ അതിൻ്റെ സ്റ്റെപ്പ് പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞു തന്നായിരുന്നു. നമ്മുടെ ക്ലോസിംഗ് ക്യാപിറ്റലാണ് ബേസ് എന്ന് പറയുന്നത്. അപ്പം ക്ലോസിംഗ് ക്യാപിറ്റലിൽ നിന്ന് ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ ക്ലോസിംഗ് ക്യാപിറ്റലിൻ്റെ കൂടെ ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യണം. അതിൽ നിന്ന് അഡീഷണൽ ക്യാപിറ്റൽ ഡിഡക്റ്റ് ചെയ്യണം. അന്നേരം കിട്ടുന്നതാണ് നമുക്ക് അഡ്ജസ്റ്റഡ് ക്ലോസിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പം ഇത് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേജിൽ നമുക്ക് കിട്ടുന്നത് ഗ്രോസ് പ്രോഫിറ്റ് ആണ്. ഇപ്പോൾ കാൽക്കുലേറ്റിംഗ് ഗ്രോസ് പ്രോഫിറ്റ്. ഇപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് എങ്ങനെയാണ് കിട്ടുന്നത്? അപ്പോൾ നമുക്ക് അഡ്ജസ്റ്റഡ് ക്യാപിറ്റൽ കിട്ടി. അഡ്ജസ്റ്റഡ് ക്ലോസിംഗ് ക്യാപിറ്റലിൽ നിന്നും ഓപ്പണിംഗ് ക്യാപിറ്റൽ നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് തയ്യാറാക്കി ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നും ഓപ്പണിംഗ് ക്യാപിറ്റൽ ഡിഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആ കിട്ടുന്നത് ഗ്രോസ് പ്രോഫിറ്റ് ആണ്. അപ്പോൾ ഇതുവരെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് അല്ലേ. നമ്മൾ ചെയ്ത് പഠിച്ചതാണ്. നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് വരെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഉള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അതല്ലാതെ നെറ്റ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ കാൽക്കുലേറ്റിംഗ് നെറ്റ് പ്രോഫിറ്റ്. ഇപ്പം നെറ്റ് പ്രോഫിറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നമുക്കറിയാം, നമ്മൾ ആ ഫൈനൽ അക്കൗണ്ട്സ് കഴിഞ്ഞ ചാപ്റ്ററിൽ ചെയ്തപ്പോൾ ഇപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് കണ്ടെത്തി. അതിനുശേഷം അതിൻ്റെ താഴെ നിന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരുന്നത്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസസും ലോസസും ഡെബിറ്റ് ചെയ്തു, ഇൻകംസും ഗെയിൻസും ക്രെഡിറ്റ് ചെയ്തു അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെയും ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളും ലോസുകളും ഉണ്ടെങ്കിൽ അത് ഈ എന്ത് ചെയ്യണം? ഈ കിട്ടുന്ന ഗ്രോസ് പ്രോഫിറ്റിൽ നിന്നും അതും കൂടി കുറയണം. അതുപോലെ ഇൻഡയറക്റ്റ് ഇൻകംസും ഗെയിൻസും ഉണ്ടെങ്കിൽ അത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുകയും ചെയ്യണം ഗ്രോസ് പ്രോഫിറ്റിൻ്റെ കൂടെ. അത്രയും ചെയ്താൽ മതിയല്ലോ. അപ്പം നോക്കിക്കേ, അതായത് ഈ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് അല്ലെങ്കിൽ ലോസസ് എന്ന് പറഞ്ഞാൽ ഇത്തരം സ്ഥാപനങ്ങളിൽ സാധാരണ നമുക്ക് തരാറുള്ളത് ഒന്നുകിൽ ഡിപ്രീസിയേഷൻ തന്നിട്ടുണ്ടെങ്കിൽ ആ ഡിപ്രീസിയേഷൻ ഈ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന്, ഇവിടെ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടുമല്ലോ, ആ ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് നമ്മൾ ഡിഡക്റ്റ് ചെയ്യണം. പിന്നെ എക്സ്പെൻസസ് ഔട്ട്സ്റ്റാൻഡിങ്, എന്തെങ്കിലും ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്, വേജസോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് കൊടുക്കാനുണ്ട്, സാലറി അങ്ങനെയൊക്കെ ഇനിയും കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞാൽ അതും ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് ലെസ് ചെയ്യണം. അതൊക്കെ കൊടുക്കുമ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുമല്ലോ. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ലെസ് ചെയ്യണം. പ്രൊവിഷൻ ഫോർ ലോസസ് അല്ലേ. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഈ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് ലെസ് ചെയ്യേണ്ട ഐറ്റംസ് ആണ്. ഇനി അതുപോലെ തന്നെ എന്തെങ്കിലും ഇൻകംസോ ഗെയിൻസോ തന്നിട്ടുണ്ടെങ്കിൽ, അതായത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, അത് ബിസിനസ്സിന് കിട്ടുന്ന ഒരു ഇൻകം ആണല്ലോ, അല്ലെങ്കിൽ ഓണർ വിഡ്രോ ചെയ്യുന്ന എമൗണ്ടിന് ഓണർ ബിസിനസ്സിലേക്ക് തരുന്ന പലിശയാണ്.
അതുപോലെ എന്തെങ്കിലും അക്രൂഡ് ഇൻകംസ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യണം. അതെന്ന് പറയുന്നത് നമ്മുടെ പ്രോഫിറ്റിനെ കൂട്ടുന്നതാണല്ലോ. അപ്പോൾ അതും കൂടി അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, നെറ്റ് പ്രോഫിറ്റ്. അപ്പം ഗ്രോസ് പ്രോഫിറ്റ് വരെ നമ്മൾ കണ്ടെത്തുന്ന ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു. അതിനുശേഷം ഇങ്ങനെയുള്ള എന്തെങ്കിലും ഇങ്ങനെയുള്ള എന്തെങ്കിലും എക്സ്പെൻസസോ ലോസസോ ഇൻകംസോ ഗെയിൻസോ തന്നിട്ടുണ്ട് എങ്കിൽ അത് എന്ത് ചെയ്യണം, അതും കൂടി അഡ്ജസ്റ്റ് ചെയ്യണം. അതിനുശേഷം കിട്ടുന്ന പ്രോഫിറ്റാണ് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ആ മോഡൽ ക്വസ്റ്റ്യൻ ചെയ്യിക്കാം. പിന്നെ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് എന്താണെന്ന് അറിയാമല്ലോ. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് പ്രിപ്പയർഡ് ഓൺ എനി ഡേറ്റ് ടു ഫൈൻഡ് ഔട്ട് ക്യാപിറ്റൽ ഏതെങ്കിലും ഒരു ഡേറ്റിൽ, നിശ്ചിത ഡേറ്റിലെ ക്യാപിറ്റൽ എത്രയാണെന്ന് കണ്ടെത്താനാണ് നമ്മൾ എന്ത് തയ്യാറാക്കുന്നത്, സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് തയ്യാറാക്കുന്നത്. ഇത്രയൊക്കെയാണ് ഇതിൽ നിന്നുള്ള തിയറി പോർഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയും മതി. ഓക്കെ, താങ്ക് യു.